കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. കമൻറ്റ് എന്തായാലും ഇട്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയുടെ ഇല കറി വെക്കുന്ന കേട്ടോ. അപ്പം നമ്മുടെ ചെറുനാരങ്ങയാവാം, വലിയ അതായത് നമ്മുടെ കറുനാരങ്ങയില്ലേ അതും ആകാം. അപ്പം ഏതെടുത്താലും കുഴപ്പമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് കറുനാരങ്ങയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഞാനത് വൃത്തിയായിട്ട് കഴുകിയിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനേലും ചെറിയ കഷ്ണങ്ങളാക്കാം, ഞാൻ പക്ഷേ ഈ ഒരു കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പിന് ആവശ്യമായുള്ള കുറച്ച് തേങ്ങ, അതായത് ഒരു ചെറിയൊരു തേങ്ങയാണെങ്കിൽ അതിൻ്റെ അരമുറി എടുക്കുക. പിന്നെ കുറച്ച് കൊച്ചുള്ളി വേണം, പിന്നെ വെളുത്തുള്ളി വേണം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിലാട്ടോ മൂപ്പിക്കുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ചൂടായപ്പോഴത്തേനും തേങ്ങയാണ് ആദ്യം ഇട്ടത്. തേങ്ങ നല്ലോണം ഒന്ന് ചൂടാവട്ടെ. അതിനകത്ത് ആ വെള്ളമില്ലേ, ഇത് ഉണങ്ങിയ തേങ്ങയല്ല, ഒരു ഇടത്തരം, അതായത് ഒരു പച്ചപ്പുള്ള തേങ്ങ ഉണ്ടായി ഇങ്ങനെ വെക്കുന്ന കേട്ടോ. അപ്പോൾ അത് നല്ലോണം അതിൻ്റെ അത് വെള്ളം ഒന്ന് വലിയട്ടെ. വലിയുമ്പോഴത്തേനും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചാണ് നമ്മളിത് മൂപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഏകദേശം അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വലിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവുമല്ലോ, നല്ലോണം അതിനകത്ത് ആ ഒരു ഇത് മാറിയിട്ടുണ്ടല്ലോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. അതായത് അതിനകത്തെ ആ വെള്ളം മൊത്തവും വലിഞ്ഞപ്പോഴത്തേനും ഈ എണ്ണ ഒഴിക്കുമ്പോഴത്തേനെ കണ്ടോ പെട്ടെന്ന് തന്നെ ഇതായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകം, നമ്മുടെ അരിഞ്ഞു ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് മൂപ്പിക്കുമ്പോൾ തന്നെ ഈ വെളുത്തുള്ളിയുടെയും കൊച്ചുള്ളിയൊക്കെ മൂക്കുന്ന സ്മെല്ല് അടിച്ച് നമ്മുടെ മൂക്കിലോട്ട് ഇങ്ങനെ നുളഞ്ഞു കയറുമ്പോൾ തന്നെ ആഹാ, സൂപ്പറാണ് കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന ആ നാരകത്തിൻ്റെ ഇല, കറുനാരങ്ങയുടെ ഇലയാണ് ഇട്ടിരിക്കുന്നത്, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് മൂക്കാനായിട്ട് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഉപയോഗിച്ചോ, കുഴപ്പമില്ല. കയ്യിലുള്ള വെള്ളം മൊത്തം വലിഞ്ഞ് നല്ലോണം മൂത്ത് വരും. നമ്മുടെ കറിവേപ്പിലയില്ലേ, കറിവേപ്പില മുരിയുന്ന പോലെ ഇത് വരും. ഈ ഒരു നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. കണ്ടോ, ആ ഇലയുടെ ആ ഒരു ക്രിസ്പ് മൂത്ത് വരുമ്പോഴുള്ള ഇതുപോലെ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം ചേർക്കുന്നത് മഞ്ഞൾ പൊടിയാണ് കേട്ടോ. മഞ്ഞൾ പൊടി ചേർത്തിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി, അത് കഴിഞ്ഞ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ എരിവിനായിട്ട് ഒരു കുറച്ച് മാത്രം നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോകാനോ അടുക്കി പിടിക്കാനോ പാടില്ല. അതായത് നമ്മുടെ മുളക് പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ എനിക്ക് ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം തോന്നി. ഇപ്പോൾ നമുക്ക് മുളക് പൊടി, അതായത് കളറ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനപ്പോൾ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി തന്നെ വീണ്ടും ഒന്ന് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഇച്ചിരി മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, എരിവുള്ളത് സ്വല്പം. അങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തു. അപ്പോൾ നല്ലോണം മൂത്തിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പില എങ്ങനെ മുരിയുന്നോ അതുപോലെ തന്നെ നമ്മുടെ ഈ നാരകത്തിൻ്റെ ഇല മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് നല്ലോണം ഇളക്കി കൊടുക്കുമെങ്കിൽ അതിൻ്റെ ആവിയെല്ലാം ഒന്ന് മാറും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കും. അപ്പോൾ താഴെ നമ്മൾ ചട്ടി ഇറക്കി താഴെ വെച്ചു തണുക്കാനായിട്ട്. അപ്പം ഏകദേശമൊക്കെ തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളൊന്ന് ചെറിയ ജാലിട്ടൊന്ന് അടിച്ച് നോക്കുക. അതായത് ജസ്റ്റ് ഒന്ന് അരക്കുക. അപ്പോൾ നല്ലോണം പൊടിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ പൊടിഞ്ഞ് വന്നിട്ട് ശേഷമാണ് ഞാനത് അരച്ചത്, വെള്ളമൊക്കെ ചേർത്ത് അരച്ചത്. അത് കഴിഞ്ഞ് നമ്മുടെ മൺചട്ടി തന്നെ കേട്ടോ കറി വെക്കുന്നത്. ഏതൊരു കറിയാണെങ്കിലും നമ്മൾ മൺചട്ടി വെക്കുന്നതിൻ്റെ ടേസ്റ്റ് ആവുന്നത് വേറെ തന്നെ അല്ലേ. അപ്പോൾ ഞാൻ പൊതുവെ എല്ലാ കറികളും മൺചട്ടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു, ഉലുവ ഇട്ട് കൊടുത്തു,
കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വറയിടാനായിട്ട് കുറച്ച് പച്ചമുളകും കൊച്ചുള്ളിയും വേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ഐറ്റംസും നമ്മളുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ആ വറയുടെ സംഭവങ്ങളൊക്കെ മൂത്തിട്ടുണ്ട്. ഈ വറ മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്ത് നല്ലോണം ഇളക്കണം. നമ്മളിത് ഒത്തിരി ചാറ് പോലെ അല്ല വെക്കുന്നത്. നമ്മൾ അതായത് തൊടുകറി പോലെ, നമ്മുടെ ഇഞ്ചിക്കറിയുടെയൊക്കെ അതേ സെയിം സംഭവം തന്നെ, പേര് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. യാതൊരുവിധ വ്യത്യാസവും ഇല്ല. സൂപ്പറാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പുളി അതായത് ഒരു നെല്ലിക്കയുടെ വലുപ്പം, അതായത് ചെറിയ എന്ന് വെച്ചാൽ ഒരു ഇടത്തരം നെല്ലിക്കയുടെ വലുപ്പത്തിൽ തന്നെ പിഴുപുളി എടുക്കുക. അത് കുതിർത്തിട്ട് ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരച്ച ജാറ് കഴുകിയിട്ട് ഒഴിക്കുക. അതിൽ കൂടുതൽ വെള്ളം വേണ്ട. ഇത് നല്ലോണം തിളച്ച് വരുമ്പോഴത്തേനും അത് കുറുകിക്കോളും. പിന്നെ ഇതിനാവശ്യമായുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കുക. ഇളക്കിയിട്ട് നല്ല തിളച്ച് നമ്മുടെ എണ്ണ തെളിയും. എണ്ണ തെളിയുന്നതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും ഈ കറിയൊന്നും എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ഓക്കെ, താങ്ക് യു സോ മച്ച്.